ഇന്നത്തെ വചനചിന്ത: ദൈവം താങ്കളെ ഉയർത്തും. താങ്കൾ കഴിവുകെട്ടവനാണെന്ന് വിധിച്ചവരുടെ മുൻപിൽ താങ്കളെ വലിയവനാക്കി ദൈവം ഉയർത്തും. ആർക്കും എത്തിപ്പെടാൻ കഴിയാത്തത്രയും ഉയരത്തിൽ ദൈവം എത്തിക്കും. കാട്ടിൽ കിടന്ന ഭക്തനായ ദാവീദിന് ഒരു കഴിവുമില്ലെന്ന് യിശയ്യായി വിധിച്ചപ്പോൾ, തൻ്റെ സഹോദരങ്ങൾക്ക് ദാവീദിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നപ്പോൾ, ഭക്തനായ ദാവീദിനെ ആരും ചിന്തിക്കാതിരുന്നപ്പോൾ, ദൈവം കാട്ടിൽ കിടന്ന ദാവീദിനെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളെ മറ്റുള്ളവർ അവഗണിച്ചിരിക്കാം. താങ്കളെക്കൊണ്ട് ഒരു കഴിവുമില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞിരിക്കാം. എന്നാൽ താങ്കളെ കാണുന്ന സ്വർഗമുണ്ട്. താങ്കളുടെ ഹൃദയത്തെ കാണുന്ന ദൈവമുണ്ട്. താങ്കളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം വിളിച്ച് വേർതിരിച്ച് ഉന്നത അധികാരങ്ങൾ നൽകുവാനിടയാകും. യബേസിൻ്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാകുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ യബേസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യബേസിൻ്റെ അതിരിനെ വിസ്താരമാക്കി. ഭക്തനായ യോസേഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, കാരാഗൃഹത്തിൽ അടയപ്പെടുമ്പോൾ, ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, സകലരും യോസെഫ് ഇവിടെ അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, രാജാവ് ആളയച്ച് യോസെഫിനെ വിളിക്കുന്നു. ശേഷം മിസ്രൈമിലെ രണ്ടാമനാക്കി യോസെഫിനെ ദൈവം ഉയർത്തി ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രിയാക്കി മാറ്റി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഒരു വഴിയുമില്ലാത്തടത്ത്, ഒരു സാധ്യതയുമില്ലാത്തടത്ത് ദൈവം വഴിയെ തുറക്കും. മനുഷ്യർ നിന്ദിച്ച് അവഗണിച്ച് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്ന് പദ്ധതികൾ തയ്യാറാക്കി പൊട്ടക്കിണറ്റിലും സിംഹക്കൂടിലും എരിയുന്ന തീച്ചൂളയുടെ അവസ്ഥയിലും കൊണ്ടിടാറുണ്ട്. എന്നാൽ നാം സേവിക്കുന്ന ദൈവം അവിടെ ഇറങ്ങി വിടുവിക്കുവാനിടയാകും. മനുഷ്യർ താങ്കളെ തളർത്തിയാൽ ദൈവം താങ്കളെ വളർത്തും. മനുഷ്യർ താങ്കളെ മാറ്റി നിർത്തിയാൽ കർത്താവ് താങ്കളെ ചേർത്ത് നിർത്തും. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ അറിയിക്കേണ്ടത്. ഭക്തനായ ദാവീദ് 70-ാം സങ്കീർത്തന പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എന്ന്. നമ്മെ ഓർക്കുന്നവർ ഓരോന്നായി ഓർക്കാതിരിക്കുമ്പോഴും, നമ്മെ കരുതാമെന്ന് പറഞ്ഞവർ കരുതാതിരിക്കുമ്പോഴും, നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്തവരെ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയാകും. കരുതേണ്ടവർ കരുതാതിരിക്കുമ്പോൾ നമുക്കായി കരുതുവാൻ ഒരു പരിചയമില്ലാത്ത വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയാകും. നമ്മെ സഹായിപ്പാൻ നാം കാത്തിരിക്കുന്ന വ്യക്തികൾ മുഖം തിരിച്ചു നടക്കുമ്പോൾ, നാം അറിയാത്ത ചില വ്യക്തികളെ നമ്മെ സഹായിപ്പാനും കരുതുവാനും ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയാകും. ആകയാൽ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം. താങ്കളുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്നവരുടെ മുൻപിൽ ഒരു വലിയ ജയം നൽകി ദൈവവചനം ശ്രവിക്കുന്ന താങ്കളെ അനുഗ്രഹിക്കും. താങ്കൾ സങ്കടപ്പെടുന്ന വിഷയം എന്താണോ, ആ വിഷയത്തിന്മേൽ യേശു അത്ഭുതം പ്രവർത്തിക്കും. സാധ്യതകളെല്ലാം അസ്തമിക്കുന്ന ഇടയങ്ങളിൽ യേശു താങ്കൾക്ക് വേണ്ടി വെളിപ്പെടും. പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറയണം: എനിക്ക് ഒരു ദൈവമുണ്ടെന്നും യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നും. പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം. ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ കിഴക്കൻ കാറ്റിനെ അടിപ്പിച്ച് വാഗ്ദത്തങ്ങളുടെ വഴിയെ ദൈവം തുറക്കുവാൻ ശക്തനെന്ന് ഉറക്കെ വിളിച്ചു പറയണം. പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും കർത്താവ് യേശു ക്രിസ്തു അഴിച്ചു കളഞ്ഞ് വചനം ശ്രവിക്കുന്ന താങ്കളെ പിൻനിരയിൽ നിന്നും മുൻനിരയിൽ എത്തിക്കുവാനിടയാകും. മനുഷ്യർ തള്ളിക്കളഞ്ഞവരോടാണ് ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹമുള്ളത്. ആരോടും പറയാൻ കഴിയാത്ത ചില വേദനകൾ ദൈവത്തോട് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തോട് പറയുമ്പോൾ സമാധാനം ലഭിക്കും. മനുഷ്യരോട് പറയുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും. ദൈവത്തോട് പറയുമ്പോൾ ലഭിക്കുന്ന ആശ്വാസമാണ് ദൈവിക സ്നേഹമെന്നത്. ആകയാൽ വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. ദൈവം താങ്കൾക്ക് വേണ്ടി ഒരു സമയം കരുതി വച്ചിട്ടുണ്ട്. അന്ന് താങ്കളുടെ ഹൃദയം സന്തോഷത്താൽ നിറയും. താങ്കൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം ദൈവം താങ്കൾക്കായി കരുതും. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട്. വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം താങ്കൾക്ക് രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പരസ്യമായി മറുപടി നൽകുവാനിടയാകും.
നഷ്ടപ്പെട്ട സമാധാനം, ജോലി, സന്തോഷം, ആരോഗ്യം, കൃപകൾ സകലത്തെയും വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ദൈവം മടക്കി നൽകുവാനിടയാകും. താങ്കൾ ഉയർത്തുന്ന കർത്താവ് യേശു ക്രിസ്തു വിശ്വസിപ്പാനും ആശ്രയിപ്പാനും വചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.